قال لا تختصموا لدي فقد قدمت إليكم بالوعيد ما يبدل القول لدي وما أنا بظلام للعبيد يوم نقول لجهنم هل امتلأت وتقول هل من مزيد. ഇൻഷാ അല്ലാഹ് ഇതിന്റെയൊക്കെ ലളിതമായ വ്യാഖ്യാനങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഒന്നാമതായി ആരാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നതിന്റെ മൗലികമായ ഉടമസ്ഥത അല്ലാഹു തആല പറഞ്ഞു. ലോകം മുഴുവനും മഴയെക്കുറിച്ച് ഗവേഷണം നടത്തുമ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഇന്നാ അൻസൽനാ മിനസ് സമാഇ മാഅൻ മുബാറക, നമ്മളാണ് വാനലോകത്ത് നിന്ന് അനുഗ്രഹീതമായ വെള്ളം നിങ്ങൾക്ക് വർഷിപ്പിച്ചു തന്നത്. കാറ്റ് എവിടെന്നാണ് വരുന്നത്? കുറച്ച് പെൺകുട്ടികളുടെ പേരിൽ അമേരിക്കയിൽ അടിച്ചു വീശിയതും നമ്മുടെ രാജ്യത്ത് ഒറീസയിലടക്കം പ്രതിസന്ധി ഉണ്ടാക്കിയതുമായ കാറ്റുകൾ ആരാണ് അയക്കുന്നത്? ഇന്ന അർസൽന റിയാഹ. അങ്ങനെ പ്രാപഞ്ചികമായ ചലനങ്ങളുടെയും സംഭവ വികാസങ്ങളുടെയുമെല്ലാം മൗലികമായ ഉടമസ്ഥതയുടെ അധിപനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സൃഷ്ടിപ്പും അവന്റെ നിയന്ത്രണവും എല്ലാം ഓർമ്മപ്പെടുത്തിയിട്ട് അവന്റെ ദുഷ്ചെയ്തികൾ കാരണമായി നാളെ പരലോകത്തേക്ക് അവൻ ആനയിക്കപ്പെടുന്ന അപകടകരമായ രംഗം നമ്മൾ ഓർമ്മപ്പെടുത്തി. ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ രാജ്യത്തുള്ള എല്ലാ മതങ്ങൾക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പരലോക വിശ്വാസങ്ങളുണ്ട്, അല്ലെങ്കിൽ മരണാനന്തര ജീവിതങ്ങളുണ്ട്. ഈ ജീവിതത്തിനപ്പുറമുള്ള പരിണാമങ്ങളെക്കുറിച്ച് വാസ്വാനിയെ പോലെയുള്ള ആളുകൾ ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്ന പേരിൽ എല്ലാ മതങ്ങളുടെയും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹൈന്ദവ സഹോദരങ്ങളുടെ വേദങ്ങളിൽ പുനർജന്മത്തെക്കുറിച്ചുള്ള വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ വേദക്കാരായ ആളുകൾ ഏതായാലും ബിബ്ലിക്കൽ റെഫറൻസുകൾ വെച്ചുകൊണ്ട് ഇതിനപ്പുറം ഒരു ലോകത്തെ കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വിഭിന്നമായ ഒരു വിശ്വാസക്രമമാണ് ഇസ്ലാം പരലോക വിചാരവുമായി ബന്ധപ്പെട്ട് ലോകത്തിന് സമർപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഭൗതികമായ ജീവിതം നിരീക്ഷണങ്ങളുടെയും ഇതിനപ്പുറമുള്ള ലോകം വിചാരണയുടെയും ലോകമായി ഇസ്ലാം വിശ്വസിക്കുന്നു. ഇവിടെയുള്ള നമ്മുടെ ജീവിതം അലക്ഷ്യമായി ആർക്കും എങ്ങനെയും നയിച്ചു തീർക്കാനുള്ളതല്ല, സലക്ഷ്യമായി നിയമാധിഷ്ഠിതമായി മുന്നോട്ടു പോകാനുള്ളതാണ്. ഇതാണ് ഇസ്ലാമിക ദർശനത്തിന്റെ ആകത്തുക. മനുഷ്യൻ എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ചാൽ പോരാ, അവന് ജീവിക്കാൻ ഒരു ക്രമം, അതിൽ നിന്ന് തെറ്റിയാൽ അക്രമം, ക്രമത്തിന് സ്വർഗം, അക്രമത്തിന് നരകം, ഇങ്ങനെയുള്ള കണിശമായ ഒരു സ്കെയിൽ മാനവീക ലോകത്തിന്റെ ജീവിതം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇസ്ലാം സമർപ്പിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലോക നീതിപീഠങ്ങൾ നിരപരാധികളെ കൊലക്കയറിലേറ്റുകയും അപരാധികളെ കൊട്ടാരങ്ങളിൽ വാഴ്ത്തുകയും ചെയ്യുന്ന പുതിയ ആഗോള സമ്പ്രദായത്തിന്റെ മുമ്പിൽ ആത്യന്തികമായ നീതി ലഭിക്കേണ്ടതില്ലേ എന്ന് നമുക്കൊരു ചോദ്യമുണ്ട്. പാവപ്പെട്ട പിഞ്ചോമനകളെ ചുട്ടരിക്കുന്ന ലോക പോലീസുമാർ സുഖവാസം നടത്തുകയും പാവപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദിച്ചവർ കൊലക്കയറിൽ ഞെരിഞ്ഞമരുകയും ചെയ്തപ്പോൾ നീതിക്ക് പ്രസക്തിയില്ലാതെയായി. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. മാലിക് യൗമിദ്ദീൻ, നീതിയുടെ ഒരു ദിനമുണ്ട്. 100 പേരെ കൊന്നയാളെ 100 വട്ടം ആവർത്തിച്ചു കൊല ചെയ്യണമെങ്കിൽ പറ്റുന്ന ഒരു കോടതി വേണമെന്ന് ബുദ്ധി നമ്മോട് പറയുകയാണ്. അക്രമങ്ങൾ ലോക കോടതികളിൽ പിടിക്കപ്പെട്ടില്ലെങ്കിൽ ആ അക്രമിയെ വിചാരണ ചെയ്യുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടാകണമെന്ന് നമ്മുടെ ഉള്ളിലെ നീതിബോധം നമ്മെ ഉണർത്തി ചിന്തിപ്പിക്കുകയാണ്. ഇതിനെല്ലാം വ്യക്തമായ മറുപടിയും പരിഹാരവുമാണ് ഇസ്ലാം നമ്മുടെ മുമ്പിലേക്ക് പഠിപ്പിച്ചു തരുന്ന പരലോക വിചാരം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഓരോ മനുഷ്യരും അവരുടെ കർമ്മങ്ങൾക്ക് അനുസൃതമായി ആനയിക്കപ്പെടുകയും അവരെ വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യുമെന്ന്
പഠിപ്പിക്കുന്ന ഖുർആൻ അവരെ നിരീക്ഷിക്കുവാൻ വേണ്ടി അയച്ചിട്ടുള്ള നിരീക്ഷകന്മാരോടൊപ്പമാണ് നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുക എന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തി. എന്നിട്ട് പറയുകയാണ്, وقال قرينه هذا ما لدي عتيد ألقيا في جهنم كل كفار عنيد مناع للخير معتد مريب. ഇവിടെ വരെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചത്. നന്മകൾക്ക് തടസ്സം നിന്ന് സംശയാസ്പദമായി ജീവിച്ച് സത്യത്തിൽ നിന്ന് മാറി സഞ്ചരിച്ച ആളുകൾ നരകത്തിലേക്ക് എറിയപ്പെടുകയാണ്. അതിലൊന്നാമത്തെ ആളുകൾ ആരാണ്? الذي جعل مع الله إلها آخر فألقياه في العذاب الشديد. ഒന്നാമത്തെ അക്രമി ആരാണ്? ഏകനായ അല്ലാഹുവിലുള്ള തൗഹീദിനെതിരെ ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവർ, അവരാണ് അക്രമി. വയഗ്ഫിറു മാ ദൂന ദാലിക. അല്ലാഹുവിന് ഏതെങ്കിലും വിധേനയുള്ള പങ്കുകാരോ കൂറുകാരോ ചാർച്ചക്കാരോ ചേർച്ചക്കാരോ ബന്ധങ്ങളോ ബാന്ധവങ്ങളോ ആരോപിച്ചാൽ അയാൾക്കപ്പുറം ഒരക്രമി ലോകത്തില്ല. കാരണം ഈ ലോകത്തിന്റെ മുഴുവൻ സുപ്രീം കൺട്രോൾ ഏകനായ അല്ലാഹുവിന്റെ കയ്യിലാണ്. അവൻ ആരാണ്? ലാ നിദ്ദ ലഹു വലാ ളിദ്ദ ലഹു വലാ ശിർക ലഹു വലാ ശരീക ലഹു. അല്ലാഹുവിന് പങ്കില്ല, പങ്കുകാരില്ല, അവന് സമാന്തരങ്ങളില്ല, അവന് വിരുദ്ധങ്ങളായി സമശക്തികളില്ല. അങ്ങനെയെല്ലാം സമ്പൂർണമായും ഏകനായ സർവാധികാരിയായ അല്ലാഹുവിന്റെ ഏകത്വത്തിലുള്ള വിശ്വാസത്തിന് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ ലാ യദ്ഖുലുൽ ജന്ന, അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അയാൾക്ക് സ്വർഗമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമാന്യബോധവും ഉയർന്ന ചിന്തയും പ്രപഞ്ചത്തിന്റെ ഘടനയും എല്ലാം ഈ ലോകത്തിന് ഒരുടമസ്ഥനെ ഉണ്ടാകാവൂ എന്ന യാഥാർത്ഥ്യമാണ് പഠിപ്പിക്കുന്നത്. രണ്ട് ദൈവമുണ്ടെങ്കിൽ മഴ പെയ്യിക്കണോ പെയ്യിക്കണ്ടേ എന്നതിൽ തർക്കമുയരാൻ സാധ്യതയുണ്ട്. അതല്ല, പരമാധികാരിയായ രണ്ട് ദൈവമുണ്ടാവുക എന്നത് നമ്മുടെ കയ്യിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതല്ല. പരമാധികാരി എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് കൺട്രോളർ, അതൊന്നേ ഉണ്ടാകാൻ പാടുള്ളൂ. പിന്നെയുള്ള ഒരാൾ അയാളുടെ കീഴിലാകാം,